അടുക്കളപ്പൂവിൻ്റെ കൂട്ടുകാർക്ക് നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടൊരു റാഗി ദോശയാണ്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് റാഗി, 1/2 കപ്പ് ചെറുപയർ, 1 ടീസ്പൂൺ ഉലുവ ഇത്രയും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കുക. 3-4 തവണ കഴുകിയെടുക്കണം. റാഗിയിൽ നിറയെ അഴുക്കുണ്ടാവാറുണ്ട്. ഞാനിവിടെ നല്ലപോലെ കഴുകിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിറയെ വെള്ളം ഒഴിച്ചിട്ട് 4 മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കാം. റാഗിയും ചെറുപയറും ഒക്കെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്ക് വെള്ളം മാറ്റിയ ശേഷം അതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഇതിലേക്ക് 4 ചെറിയുള്ളി, 3 അല്ലി വെളുത്തുള്ളി, 1 പച്ചമുളക്, 1 സ്പൂൺ ജീരകം, 1/4 സ്പൂൺ കായപ്പൊടി, 1 സ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ അടച്ചു വെക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ദോശ ചുട്ടെടുക്കാം. ദോശക്കല്ല് ചൂടാവുമ്പോൾ എണ്ണ തേച്ച് മാവ് ഒഴിച്ച് തിന്നായിട്ട് പരത്തിയെടുക്കാം. കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ തേച്ച് കൊടുക്കാം. 2 സൈഡും നന്നായിട്ട് മൊരിച്ചെടുക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഹെൽത്തിയും ക്രിസ്പി ആയിട്ടുള്ള റാഗി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിന്നിവിടെ തേങ്ങാ ചമ്മന്തിയും മുള്ളങ്കിയും പീച്ചിങ്ങയും മാത്രം ചേർത്തുണ്ടാക്കിയ സാമ്പാറും കൂട്ടിയാണ് ഈ റാഗി ദോശ കഴിക്കുന്നത്. എല്ലാ കൂട്ടുകാരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. Thank you for watching me.